നമസ്കാരം, രാകേഷ് ദ കൺസൾട്ടന്റ്. നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ പറയാം, ഇത് സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ്. ഒരു പുതിയ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ്. പുതിയൊരു ഇൻകം സ്ട്രീമും പുതിയൊരു ബിസിനസ്സും ലൈഫിനെ തന്നെ പുതിയൊരു തലത്തിലേക്ക് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് ഈ വീഡിയോ. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഇൻകത്തിന്റെ പ്രധാന അടിസ്ഥാന ഘടകമെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും, സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ക്രമേണ മനസ്സിലാവും. ഒരു 30+ എബവ് ഉള്ള ഒരാളെ സംബന്ധിച്ച്, ഒരു 30 വയസ്സിൽ കൂടുതലുള്ള ഒരാളെ സംബന്ധിച്ച് ഇന്ന് അവൻ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആവുക എന്നുള്ളത് അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം സ്ട്രീം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. ചിലവ് ഒരിക്കലും നമ്മളുടെ കയ്യിലല്ല ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? കൂടുതൽ ഇൻകം മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ആ ഇൻകം എങ്ങനെ ബിൽഡ് ചെയ്യാം, ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് ആ ഇൻകം എങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്ന് എങ്ങനെ നോക്കാം. അതിന്റെ ബേസിക് സ്റ്റെപ്സ്. ഇത് ഒരുവിധം എല്ലാ ഇൻകം ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം കാണുക, ഒരു മികച്ച തീരുമാനം നിങ്ങൾ എടുക്കുക. ഒരു എംപ്ലോയി ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ വരുന്നത്. എന്തൊക്കെ ആഗ്രഹങ്ങൾ ആയിരിക്കാം വരുന്നത്? പ്രധാനമായിട്ടും ഒന്ന്, നമുക്കൊരു ഈ ജോലിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. രണ്ടാമത്, കുറച്ചുകൂടി ഇൻകം വേണം. ഇൻക്രിമെന്റ് ഈ ഇൻകത്തിൽ വരണം. എങ്ങനെ? ഇതേ സെയിം ജോലി തന്നെ എടുത്തിട്ട് ഈ ഒരു ഇൻക്രിമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എന്താണ്? 5 ഇയർ ഓർ 3 ഇയർ ഒക്കെ കൂടുമ്പോഴാണ് ഒരു പ്രൊമോഷന്റെ സാധ്യത നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ മാത്രമാണ് ഈ എംപ്ലോയിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻകം ഗ്രോത്ത് സാധ്യതയുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ഒരാള് അഡീഷണൽ ഇൻകം വേണം അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം വേണം എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ഘട്ടം വരുന്നത്. ഇതിനോടൊപ്പം തന്നെയാണ് ഒരു സെൽഫ് എംപ്ലോയി ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചും സെൽഫ് എംപ്ലോയി ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചും ഇതേ ആഗ്രഹങ്ങൾ തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. ഇത് ലോകത്തിലെ എല്ലാ ബിസിനസ്സുകാരും അല്ലെങ്കിൽ എല്ലാവരെയും പഠിച്ചും കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാഡ്രന്റ് ആണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ 90% പീപ്പിളും ഇതിന്റെ റൈറ്റ് സൈഡിൽ 10% പീപ്പിളും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് ആണ്. ഈ ഭാഗത്ത് വരുന്നത് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് പേഴ്സൺസ്, ഈ ഭാഗത്ത് വരുന്നത് ഇൻവെസ്റ്റേഴ്സ്. ഒരു എംപ്ലോയി ആയിരിക്കുമ്പോഴും സെൽഫ് എംപ്ലോയി ആയിരിക്കുമ്പോഴും നമ്മൾ ഇവിടെ എന്താണ് കൊടുക്കുന്നത്? നമ്മൾ പകരം ടൈം ഈക്വൽ ടു മണി എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനും നമ്മുടെ അറിവിനും നമ്മുടെ സ്കില്ലിനും ഒക്കെ എന്താണ് ടൈമിന് പകരം പണമാണ് കൊടുക്കുന്നത്. ആ സ്കില്ല് ഇത്രയും സമയം അവിടെ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എന്താണ് കിട്ടുന്നത്? പണമാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു എന്തെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള ഫ്രീഡം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? എംപ്ലോയിയെ സംബന്ധിച്ച് കൃത്യമായ ഡെയിലി ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റഡ് ഇൻകം ആയിരിക്കും. ഫ്രീഡം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഒരു സെൽഫ് എംപ്ലോയിയെ സംബന്ധിച്ച് എന്തായിരിക്കും? അവന് ടൈം ഫ്രീഡം ഉണ്ട്, ഇൻകം അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ ഉണ്ടെങ്കിലും എന്തായിരിക്കും? ഒറ്റയ്ക്ക് ഓൺ റിസ്കിലാണ് ഇതൊക്കെ നേടിയെടുക്കുന്നത്. കാരണം എന്താണ്? ഒരു എഞ്ചിനീയറോ ഒരു വക്കീലോ ഒരു ഡോക്ടറോ ഒരു ഫോട്ടോഗ്രാഫറോ ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഒരാളോ ഒരു ആർക്കിടെക്റ്റോ ഒക്കെ ഇതിലാണ് വരുന്നത്. ഓൺ റിസ്കില് നമ്മുടെ ഓൺ റിസ്കില് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ
നിങ്ങളുടെ സ്റ്റുഡിയോ, ഷോപ്പ്, നിങ്ങളുടെ ക്ലിനിക്ക്, നിങ്ങളുടെ ഓഫീസ് ഒക്കെ ഒറ്റയ്ക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതല്ല. നമ്മുടെ കൂടെ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിന് വേണ്ട ഇൻകം കൂടി നമ്മുടെ ഒറ്റയ്ക്കുള്ള എഫേർട്ടിലായിരിക്കും ജനറേറ്റ് ചെയ്ത് വരേണ്ടത്. ഓൺ റിസ്കിലായിരിക്കും നമ്മൾ നിയമിക്കുന്ന ഏതൊരു എംപ്ലോയീസിന് പോലും സെൽഫ് എംപ്ലോയി ആയി നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സിലും വേണ്ടി വരിക. എന്നാൽ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുക? ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഇവരുടെ ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു സിസ്റ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ സിസ്റ്റം ആയിരിക്കും ഈ ബിസിനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതും, ഈ സിസ്റ്റം ആയിരിക്കും ഈ ബിസിനസ്സിലേക്ക് വേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നതും, ഈ സിസ്റ്റം ആയിരിക്കും ഈ ബിസിനസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള റിവാർഡ്സ് കൊടുക്കുന്നതും എല്ലാം തന്നെ. ഇവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒന്ന്, ടൈം ഫ്രീഡം ഉണ്ടായിരിക്കും. ടൈം ഫ്രീഡം ഉണ്ടാവും, മണി ഉണ്ടാവും, അഥവാ പ്രോഫിറ്റ് ഉണ്ടാവും. ഇതിനൊക്കെ പുറമെ ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തി, ഇത് ആര് ചെയ്യുന്നോ അല്ലെങ്കിൽ ആരുടെ ബിസിനസ് ആണോ ആ വ്യക്തി ഈ ബിസിനസ്സിനകത്ത് ഇല്ലെങ്കിൽ പോലും ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടാവും. ഈ ബിസിനസ്സിന് ഉദാഹരണമാണ് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളും. നിങ്ങൾക്ക് എക്സാമ്പിൾ എടുക്കാം. ജ്വല്ലറി ഗ്രൂപ്പുകളാവാം, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനികളാവാം, റിയൽ എസ്റ്റേറ്റ് കമ്പനികളാവാം, കാർ ഷോറൂമുകളോ അല്ലെങ്കിൽ കാർ കമ്പനികളോ ഡീലർഷിപ്പ് കമ്പനികളോ ഒക്കെ എന്താണ്, ആ ഒരു ഡീലർഷിപ്പ് എടുത്ത വ്യക്തിയുടെ ഇതാണ് ആ ബിസിനസ്. അവിടെ ഉണ്ടാക്കുന്ന ലാഭം ആ വ്യക്തിയുടേതാണെങ്കിൽ പോലും ആ വ്യക്തി ഒരിക്കലും ആ ബിസിനസിന്റെ ഇൻക്ലൂഡഡ് ആവേണ്ട ആവശ്യം വരുന്നില്ല. ഈ ബിസിനസ്സുകാരൻ വേണ്ടത്ര പണം നേടിക്കഴിഞ്ഞാൽ ഉടനെ ഈ പ്രോഫിറ്റിനെ വീണ്ടും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്ററായി മാറുന്നു. എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും? ഒന്ന്, ഷെയർ പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും, കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ. മേക്ക് മണി, അതായിരിക്കും ഇവിടുത്തെ സൂത്രവാക്യം. അതായത് കയ്യിൽ വേണ്ടത്ര പണം സമ്പാദിച്ച ശേഷം, അല്ലെങ്കിൽ തൃപ്തികരമായി ഈ ഒരു ബിസിനസ്സുകാരന് എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ ശേഷം മാറ്റിവെക്കാൻ പണം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പണത്തിനെ അവൻ എന്ത് ചെയ്യും? മണി വർക്ക് ഫോർ മണി എന്ന രീതിയിലേക്ക് മാറ്റി കൂടുതൽ ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയോ, കൂടുതൽ സിസ്റ്റം ഉള്ള ശക്തമായ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലെ പണം ഇൻവെസ്റ്റ് ചെയ്ത് പണം റിട്ടേൺ എടുക്കുന്ന ഒരു വ്യക്തിയായി മാറുകയോ ചെയ്യും. ഇതാണ് ഇന്ന് ലോകത്തിലെ ഏതൊരു സിസ്റ്റവും, ഏതൊരു സക്സസ്ഫുൾ ആയ ബിസിനസ്സും, ഏതൊരു സക്സസ്ഫുൾ ആയ വ്യക്തിയും ആഗ്രഹിക്കുന്ന രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളും ഒക്കെ നിലകൊള്ളുന്നത് ഈ ഒരു ക്വാഡ്രന്റിലാണ്. ഒരു എംപ്ലോയി ആയി തുടങ്ങാം, ഒരു സെൽഫ് എംപ്ലോയി ആയി മാറാം, ഒരു ബിസിനസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാം. ആ ബിസിനസ്സിനെ വലിയ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിലേക്ക് മാറാൻ കഴിയുന്ന രീതിയിൽ വളർത്തിയെടുക്കാനും നമുക്ക് കഴിയും. ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരാൾക്കും നിലവിൽ ലഭിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് നോക്കാം. ഇതിനെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്, ഞാൻ ഈ ഫിനാൻഷ്യൽ കൺസൾട്ടിങ് മേഖലയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അടിവരയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു, ഐ എം നോട്ട് മേക്കിംഗ് ഏജൻസ്. ഞാൻ ഒരിക്കലും ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഒരു ഏജന്റിനെ അല്ല ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐ എം മേക്കിംഗ് ലീഡേഴ്സ്. മികച്ച ലീഡേഴ്സായി മാറുക. ഈ സമൂഹത്തിൽ നിരവധി ആളുകളെ ഗൈഡ് ചെയ്യാനും അവരുടെ ഫിനാൻഷ്യൽ ഗോൾസിലേക്ക് എത്തിക്കാനും ഒരുപാട് പേർക്ക് വരുമാനം ഉണ്ടാക്കാനും ഉണ്ടാക്കിയ വരുമാനം മാനേജ് ചെയ്യാനും പഠിപ്പിക്കാൻ കഴിയുന്ന നോളജുള്ള, കൂടുതൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറുള്ള വ്യക്തികളെ ലീഡേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഫിനാൻഷ്യൽ കൺസൾട്ടിങ് മേഖലയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നോട്ട് ഫോർ ഏജൻസ്. കാരണം ഏജൻസിന്റെ വളർച്ച എന്ന് പറയുന്നത് പരിമിതമാണെന്നുണ്ടെങ്കിൽ ലീഡേഴ്സിന്റെ വളർച്ച എന്നുള്ളത് അനന്തമാണ്.
സ്കില്ലുകൾ നേടിയെടുക്കുന്നതിനനുസരിച്ച് ഓരോ ലീഡറുടെയും കപ്പാസിറ്റിയും അവർ ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടും അവർ വളർത്തിക്കൊണ്ടുവരുന്ന ടീമിന്റെ ഡെവലപ്മെന്റും അവർ വളർത്തുന്ന ഓരോ വ്യക്തിയുടെയും ഡെവലപ്മെന്റും അവിടെ ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്ന ഒരാള് എന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്നു. അവിടെ അതൊരു ജോബ് പോലെ വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ ഒരു 9 to 5 വേണമെങ്കിൽ ചെയ്യാം. അതൊരു സെൽഫ് എംപ്ലോയിയെ പോലെ അതൊരു സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. അതായത് ടൈം ലിമിറ്റ് ഇല്ല. ഫ്രീ ടൈമില് ഫ്രീഡം ഉണ്ട്. ഫ്രീഡത്തിനായിരിക്കും ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കും. ഇതിനെ വേണമെങ്കിൽ വലിയൊരു ബിസിനസ് രൂപത്തിൽ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സെൽഫ് എംപ്ലോയിൽ നിന്ന് ഒരു ബിസിനസ് പോലെ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ആ സിസ്റ്റത്തിനകത്ത് ഒരുപാട് കസ്റ്റമേഴ്സിനെയും ലീഡേഴ്സിനെയും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു വലിയ ബിസിനസ് എക്കോ സിസ്റ്റം ആക്കി വേണമെങ്കിൽ വളർത്തിയെടുക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ്, സെല്ലിംഗ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കീമുകൾ, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മണി ഗ്രോത്ത് ഉറപ്പുവരുത്താനും നമ്മുടെ തന്നെ പണത്തിനെ വളർത്തിയെടുക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വരാൻ ഉള്ളത്, കയ്യിൽ നേടിയെടുക്കാനുള്ളത്. ഇനി എന്താണ് അതിന്റെ 2026 ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന്റെ സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുവരെയുള്ള എല്ലാ പഠനങ്ങളും വ്യക്തമാക്കുന്നത് 145 കോടി അധികം ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ശരാശരി വരുമാനം ഇപ്പോഴും 15,000 രൂപയിൽ താഴെ തന്നെയാണ്. ഇവിടെയുള്ള ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ ഈ മന്ത്ലി ഇൻകത്തിനെ കാർന്ന് തിന്നുന്നുണ്ട് ഏതൊരു സാധാരണക്കാരന്റെയും. ഇവർക്ക് പണമില്ലാഞ്ഞിട്ടോ ക്യാഷ് ഫ്ലോ ഇല്ലാഞ്ഞിട്ടോ അല്ല ഇന്നും ഈ ദാരിദ്ര്യ അവസ്ഥയിൽ അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത്, എന്തിലെ ലൈഫ് സ്റ്റൈൽ ഗ്രോത്തിൽ, ഹൈ ലൈഫ് സ്റ്റൈൽ ഗ്രോത്ത്, ലൈഫ് സ്റ്റൈൽ ഗ്രോത്ത് എന്നല്ല പറയണ്ടേ, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഹൈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? EMI ആണ് അതിന് പ്രധാനമായിട്ടും വരുന്ന ഒരു സംഭവം. ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്കിതൊക്കെ കഴിയുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണത്തിനോ വേണ്ടി വലിയ വലിയ EMIകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കേണ്ടി വരും ഓരോ ആളുകളും. ഇതാണ് ഇന്ന് നിലവിലെ ഇന്ത്യൻ മാർക്കറ്റ്. ആ മാർക്കറ്റിൽ 145 കോടി ജനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം ഓരോ വ്യക്തിയുടെയും വളർച്ച എന്ന് പറയുന്നത് അവന്റെ സേവിങ്സ് അല്ലെങ്കിൽ മണി ഗ്രോത്ത് ഈ മണി ഗ്രോത്തിന് ഉണ്ടെങ്കിൽ മാത്രമാണ് വളർച്ച സാധ്യമാകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓരോ പ്രോഡക്റ്റിന്റെയും വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓരോ വർഷം ചെല്ലുന്തോറും ഓരോ പ്രോഡക്റ്റിന്റെയും വില വർദ്ധിക്കുന്നുണ്ട്, ഇൻഫ്ലേഷൻ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായ ഒരു ഗൈഡൻസ് ആർക്കില്ല? പബ്ലിക്കിന് ഇല്ല. പബ്ലിക്കിന് ഇത് ലഭ്യമല്ല. അപ്പോ ഈ പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഗ്രോത്ത് സപ്പോർട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഓരോ ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന്റെയും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതിന് എന്തൊക്കെ ഉപയോഗിക്കാം? ഇതിന് ഒന്ന് പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം. ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്
ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലെയും ആളുകളും ഏജൻസും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഏജൻസിനെ അല്ല ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പ്ലസ് എന്ത് വേണ്ടി വരും? ഡിജിറ്റൽ നോളജ്, ഉണ്ടായിരിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം, അറിയണം. ഇതെല്ലാം ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയുന്ന വ്യക്തികൾക്ക്, മാത്രമേ ഇനി അങ്ങോട്ട് വലിയ ഗ്രോത്തിന് സാധ്യതയുള്ളൂ. ആ ഗ്രോത്തിലേക്ക് ഇപ്പോൾ എഫോർട്ട് എടുക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾക്ക് ഉപയോഗപ്പെടുത്താം. കാരണം ലോകത്തിലെ എല്ലാ വലിയ കമ്പനികളും, അത് ടെക് മേഖലയിലാവാം, ഭക്ഷണം, വസ്ത്രം, പാറപ്പടം, എന്ത് തന്നെയാണെങ്കിലും അവരെല്ലാം ഉറ്റുനോക്കുന്നത് എവിടേക്കാണ്? ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ഗ്രോത്ത്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലേക്ക്, നമുക്ക് റീച്ച് ചെയ്യാൻ കഴിയുന്ന ആളുകളിലേക്ക് അവർക്ക് ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട്, ഒരിക്കലും ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാനല്ല പറയുന്നത്, ഒരു സൊല്യൂഷൻ പ്രൊവൈഡറായി മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ഇതിനു വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ അവസരം ഇന്ന് മുന്നിലുണ്ട്. കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവർ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആകാൻ, അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, താഴെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു ചെറിയ ഒരു നോളജ് പകർന്നു നൽകാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു.